സിനിമ എന്നാൽ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന കലയല്ല, അത് ജീവിതത്തിനും കലയ്ക്കും ഇടയിലുള്ള ഒന്നാണ്. ഫ്രഞ്ച് സംവിധായകനായ ജീൻ ലൂക്ക് ഗൊദാർഡിന്റെ വാക്കുകളാണിത്. സിനിമ എന്നാൽ എല്ലാ കാലത്തും മനുഷ്യന്റെ മാനസികോല്ലാസത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ്. വാണിജ്യ താല്പര്യങ്ങൾ പിന്നിലുണ്ടെങ്കിലും സിനിമകൾ മനുഷ്യനിൽ തീർക്കുന്ന മാന്ത്രികത പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ആ മാന്ത്രികതയ്ക്ക് രാജ്യാതിർത്തികളില്ല, ഭാഷാതിർത്തികളില്ല. അതെല്ലായ്പ്പോഴും കാലാതീതമാണ്. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സിനിമ പോയ വർഷത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമ അതിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നുപോയ വർഷം കൂടിയാണ് 2024. കഴിഞ്ഞുപോയ വർഷത്തെ മലയാള സിനിമകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ട്. മലയാള സിനിമയിൽ കോവിഡ് തീർത്ത പ്രതിസന്ധി പൂർണ്ണമായും ഇല്ലാതാക്കിയ വർഷമായിരുന്നു 2024. വർഷാരംഭം മുതൽ ഒരു പിടി നല്ല ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തി പ്രേക്ഷക മനം കവർന്ന് മുന്നേറി. ആനന്ദ് അഗർഷി സംവിധാനം ചെയ്ത ആട്ടമായിരുന്നു 2024 ആദ്യ ഹിറ്റ് ചിത്രം. ആട്ടം ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെട്ടു. ജനുവരിയിൽ പുറത്തിറങ്ങിയ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രാം ഓസ്ലർ വലിയ സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളിൽ ഇടം പിടിച്ചു. പിന്നീട് പുറത്തിറങ്ങിയ ചിത്രങ്ങളായിരുന്നു മലയാള സിനിമയ്ക്ക് മറ്റൊരു ചരിത്രം നൽകിയത്. മലയാള സിനിമയുടെ സീൻ മാറ്റിയ ചിത്രങ്ങൾ. ഗിരീഷ് ഷെട്ടി സംവിധാനം ചെയ്ത പ്രേമലു, മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം, ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ ചിത്രങ്ങൾ ഭാഷയുടെ അതിർവരമ്പുകൾ കടന്ന് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയ്ക്ക് മറ്റൊരു മാനം നൽകി. കണക്കുകൾ പ്രകാരം പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങൾ ആഗോള തലത്തിൽ നിന്നും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നാണ്. പിന്നീട് വന്ന ബ്ലെസി, പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ വന്ന ആടുജീവിതവും മലയാള സിനിമയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. ഫഹദ് ഫാസിൽ ചിത്രം ആവേശവും വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷവും അവധിക്കാലത്ത് തിയേറ്ററുകൾക്ക് ഊർജ്ജം പകർന്നു. ബിജു മേനോൻ ആസിഫ് അലി ചിത്രം തലവൻ, മമ്മൂട്ടിയുടെ ടെർബോ, പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ വന്ന ഗുരുവായൂർ അമ്പലനടയിൽ ഈ ചിത്രങ്ങളും 2024 ആൾക്കൂട്ട ആഘോഷങ്ങളാക്കി മാറ്റി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും പിന്നീടുണ്ടായ വിവാദങ്ങളും ഒരു പരിധിവരെ മലയാള സിനിമാ വ്യവസായത്തെ തളർത്തിയെങ്കിലും വിപിൻ ദാസ് സംവിധാനം ചെയ്ത വാഴ എന്ന ചിത്രത്തിന്റെ റിലീസിലൂടെ പ്രേക്ഷകർ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ തുടങ്ങി. ഈ വർഷത്തെ മറ്റൊരു പണം വാരിയ ചിത്രം കൂടിയാണ് വാഴ. സെപ്റ്റംബർ 12 റിലീസ് ചെയ്ത ആസിഫ് അലി ചിത്രം കിഷ്കിന്ദ കാണ്ഡവും ടൊവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണവും ഈ വർഷം പണം വാരിയ ചിത്രങ്ങളിൽ ഇടം പിടിച്ചു. പതിയെ തുടങ്ങി പിന്നീട് മുറുകി തുടങ്ങിയ കഥാഗതിയിൽ പ്രേക്ഷകനും കഥാപാത്രത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ സാധിച്ചു എന്നതാണ് ഇരു ചിത്രങ്ങളുടെയും മഹാവിജയത്തിന് പ്രധാന കാരണം. അമൽ നീരദ് ചിത്രം വോഗൻ വിലയും ജോർജ് ജോർജ് സംവിധാനം ചെയ്ത പണിയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചിത്രങ്ങളാണ്. എന്നാൽ നവംബർ മാസത്തിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് ഒരൊറ്റ ഹിറ്റ് ചിത്രം മാത്രമായിരുന്നു. ബേസിൽ ജോസഫ്, നസിയ നസീം കൂട്ടുകെട്ടിൽ വന്ന സൂക്ഷ്മദർശിനി മാത്രമാണ് ഈ മാസം വിജയിച്ച മലയാള ചിത്രം. മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത വിധത്തിലുള്ള കഥാതത്വത്തിൽ കാണുന്ന പ്രേക്ഷകനെയും സിനിമയോടൊപ്പം ത്രില്ലടിപ്പിച്ച് മുന്നേറി. അവധിക്കാല ആഘോഷങ്ങളെ മുന്നിൽ കണ്ട് പുറത്തിറങ്ങിയ റൈഫിൾ ക്ലബും ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോയും ഡിസംബർ മാസം മലയാള സിനിമാ വ്യവസായത്തിന് ഊർജം പകർന്ന് മുന്നേറുന്നു. ഒപ്പം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസും മികച്ച അഭിപ്രായം നേടിയതോടെ മലയാള സിനിമ അവസാന ലാപ്പിലേക്ക് എടുക്കുന്നു. 2024 സിനിമാ കാഴ്ചകളിൽ ഒരു പിടി നല്ല ചിത്രങ്ങളും സംവിധായകരും പിറവികൊണ്ടു. മികച്ച അഭിപ്രായം ലഭിച്ചിട്ടും തിയേറ്ററുകളിൽ അർഹിച്ച വിജയം ലഭിക്കാതെ പോയ ചിത്രങ്ങളും 2024 മലയാള സിനിമാ കാഴ്ചകളിലുണ്ട്. ജനമനസ് കീഴടക്കിയ മലയാള ചിത്രങ്ങൾ മാത്രമല്ല, നിരവധി അന്യഭാഷാ ചിത്രങ്ങളും പ്രദർശനത്തിനെത്തിയ വർഷം കൂടിയാണ് 2024. പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ചിത്രങ്ങൾ ഏറെ ഉണ്ടെങ്കിലും വിമർശനങ്ങളാൽ മൂടപ്പെട്ട ചിത്രങ്ങളും ഒട്ടും കുറവല്ല. അന്യഭാഷാ സിനിമകൾക്ക് മികച്ച തുടക്കം ലഭിച്ച വർഷം കൂടിയാണ് 2024. ആദ്യമാസം പകുതിയോടെ പ്രദർശനത്തിനെത്തിയ ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറും ശിവകാർത്തികേയന്റെ അയലാനും സാമ്പത്തികപരമായി വലിയ വിജയം കൊയ്തില്ലെങ്കിലും നിരൂപക പ്രശംസ വാരിക്കൂട്ടിയ ചിത്രങ്ങളാണ്. രണ്ടാം മാസത്തിൽ പുറത്തിറങ്ങിയ മുൻ ആന്ധ്ര മുഖ്യമന്ത്രി രാജശേഖര റെഡ്ഡിയുടെ കഥ പറഞ്ഞ തെലുങ്കു ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗം വലിയ ചർച്ചയാവാതെ കടന്നുപോയി. ഫെബ്രുവരിയിൽ തന്നെ ഇറങ്ങിയ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370യുടെ കഥാതന്തു രാജ്യമാകമാനം ചർച്ചാ വിഷയമായ ഒന്നാണ്. ഒട്ടും പ്രതീക്ഷയില്ലാതെ പുറത്തിറങ്ങിയ ലാപ്പത്ത ലേഡീസിന്റെ കഥാപശ്ചാത്തലം നിലനിന്നിരുന്ന പല ആചാരങ്ങളുടെ മേൽ പ്രഹരം തീർക്കുന്നതായിരുന്നു. എന്നാൽ അതിനുശേഷം മലയാളി സിനിമാസ്വാദകരിൽ ചർച്ചയായ ചിത്രം മെയ് 31 പുറത്തിറങ്ങിയ സൂര്യ നായകനായ ഗരുഡനാണ്. തൊട്ടുപിന്നാലെ വിജയ് സേതുപതിയുടെ മഹാരാജയും പുറത്തിറങ്ങി. മികവുറ്റ കഥയ്ക്കും സംവിധാനത്തിനുമൊപ്പം വിജയ് സേതുപതിയുടെ സ്വാഭാവികതയും ചിത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു.
വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം കൽക്കി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയെങ്കിലും ചിത്രത്തിലെ പതിവ് കോമഡി രംഗങ്ങൾ വിമർശനങ്ങൾക്ക് പാത്രമായി. ജൂലൈയിലാണ് ശങ്കറിന്റെ സംവിധാനത്തിൽ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ഇന്ത്യൻ 2 പ്രദർശനത്തിനെത്തുന്നത്. എന്നാൽ ഒന്നാം ഭാഗം നേടിയ പ്രശംസ രണ്ടാം ഭാഗത്തിന് ലഭിച്ചില്ല. കോടികൾ മുടക്കി സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു തലത്തിലും ചിത്രം ചർച്ചയായില്ല എന്ന് വേണം പറയാൻ. 2024 പുറത്തിറങ്ങിയ തമിഴ് മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾ ഒന്നിനും പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റാനായില്ല. വിക്രമിന്റെ തങ്കലാൻ, രജനിയുടെ വേട്ടയാൻ, സൂര്യയുടെ കങ്കുവ, വിജയുടെ ഗോട്ട് എന്നിവയെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടും. ഈ അഭിപ്രായം മാറ്റി പറയാനാകുന്നത് ശിവകാർത്തികേയന്റെ അമരന് മാത്രമാണ്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം ശിവകാർത്തികേയന്റെയും സായ് പല്ലവിയുടെയും സിനിമാ ജീവിതത്തിലെ സുവർണ നേട്ടം കൂടിയാണ്. 2024 അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ദുൽഖറിന്റെ ലക്കി ഭാസ്കർ മാത്രമാണ് അന്യഭാഷാ ചിത്രങ്ങളിൽ വമ്പൻ വിജയം നേടിയത്. അല്ലു അർജുന്റെ പുഷ്പ 2 സാമ്പത്തിക വിജയം കരസ്ഥമാക്കിയെങ്കിലും മനം മടുപ്പിക്കുന്ന രംഗങ്ങളും പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത കഥയും ചിത്രത്തെ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കി. എന്നിരുന്നാലും അന്യഭാഷാ ചിത്രങ്ങളോടുള്ള മലയാളികളുടെ ഇഷ്ടത്തിന് തെല്ലും കുറവ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്യഭാഷാ ചിത്രങ്ങളുടെ പട്ടിക എടുത്താൽ അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ചിത്രമുണ്ട്. ഒരു തമിഴ് ചിത്രമാണത്. അരവിന്ദ് സ്വാമി അതേപോലെ തന്നെ കാർത്തിയും ഒരേപോലെ പ്രധാന വേഷങ്ങളിലെത്തിയ മെയ്യഴകൻ. നഷ്ടപ്രണയമോ സൗഹൃദമോ അതോ ഏതാണ് ഇതിൽ വലുത് എന്നൊരു ചോദ്യമാണ് ആ ചിത്രം ഉയർത്തുന്നത്. 96 സംവിധായകനായ സി പ്രേംകുമാറിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഈ ഒരു ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റി എന്നത് മാത്രമല്ല, അതിലപ്പുറത്തേക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കഥാതന്തുവും കൂടി ആ ചിത്രത്തിന് എടുത്തു പറയാനുണ്ട്. നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നൊരു ചിത്രം കൂടിയാണ് മെയ്യഴകൻ. ഇനിയും ആ സംവിധായകൻ്റെ കയ്യിൽ നിന്നും നിരവധി ചിത്രങ്ങളാണ് പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള സിനിമാ ആസ്വാദകർ പ്രതീക്ഷിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച വർഷമായിരുന്നു 2024 എന്ന് പറയുമ്പോഴും സ്ത്രീ പ്രാതിനിധ്യമുള്ള ചിത്രങ്ങൾ അത്ര കണ്ട് പ്രകടമാവാത്തൊരു വർഷം കൂടിയായിരുന്നു 2024. ചുരുക്കം ചില സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ വർഷം വെള്ളിത്തിരയിലെത്തിയത്. മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞ വർഷം കൂടിയായിരുന്നു 2024. പല സിനിമകളിലും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയില്ലെന്ന അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. മഞ്ഞുമൽ ബോയ്സ്, ആവേശം തുടങ്ങിയ സിനിമകൾ സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യവും നൽകാതെയുള്ള പുരുഷാധിപത്യ സിനിമകളാണെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ വെറും പേരിന് മാത്രം സ്ത്രീ കഥാപാത്രങ്ങളെ സിനിമയിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും അഭിപ്രായങ്ങളുണ്ടായി. ഈ വർഷം വളരെ ചുരുക്കം സിനിമകളിലാണ് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ പിറവിയെടുത്തത്. 2023 നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിനുണ്ടായിരുന്നു. ആയിഷ, ശേഷം മൈക്കിൾ ഫാത്തിമ, നീരജ, റാണി ദ റിയൽ സ്റ്റോറി, B32 മുതൽ 44 വരെ എന്നിവയാണ് സ്ത്രീ കേന്ദ്രീകൃത ചിത്രങ്ങളായി 2023 പുറത്തിറങ്ങിയത്. ഇതിൽ B32 മുതൽ 44 വരെ എന്ന ചിത്രം 2023 പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച സ്ത്രീ കേന്ദ്രീകൃത ചിത്രങ്ങളിലൊന്നാണ്. മറ്റുള്ളവയൊന്നും അത്ര കണ്ട് പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയില്ല. എന്നാൽ 2024 വരുമ്പോൾ ഉള്ളൊഴുക്ക്, സൂക്ഷ്മദർശിനി എന്നീ സിനിമകളാണ് സ്ത്രീ കേന്ദ്രീകൃത സിനിമകളായി എടുത്തു പറയാനുള്ളത്. ക്രിസ്റ്റോ ടോമി രചനയും സംവിധാനവും നിർവഹിച്ച ഉള്ളൊഴുക്കിൽ ഉർവശിയും പാർവതി തിരുവോത്തുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. വ്യത്യസ്ത തലമുറകളിലെ അഭിനയത്തിന്റെ 2 സ്ത്രീരൂപങ്ങൾ എന്ന് ഇരുവരെയും വിശേഷിപ്പിക്കാം. 80കളിലും 90കളിലുമെല്ലാം മലയാള സിനിമയിൽ നിറഞ്ഞാടിയ മലയാളികളുടെ പ്രിയപ്പെട്ട നടി, അന്യഭാഷകളിലും തന്റെ കഴിവ് തെളിയിച്ച ഉർവശി ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. തിരിച്ചുവരവിന് ശേഷം ഉർവശി ചെയ്തതിൽ മികച്ച സിനിമകളിലൊന്നാണ് ഉള്ളൊഴുക്ക്. ഉർവശിക്കൊപ്പം സിനിമയെ അത്രയേറെ ശക്തിപ്പെടുത്തുന്നതിൽ പാർവതിയും മികച്ചു നിന്നു. 2024 സ്ത്രീകളെ കേന്ദ്രീകരിച്ച് പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് സൂക്ഷ്മദർശിനി. MC ജിതിൻ എന്ന MC-യുടെ സംവിധാനത്തിൽ നസ്രിയ നസീം പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുശീലിച്ചവരാണ്. പിന്നീടിറങ്ങിയ ആഷിഖ് കപൂർ ചിത്രമായ റൈഫിൾ ക്ലബ്ബും സ്ത്രീ പ്രാതിനിധ്യത്തിന് പ്രാധാന്യം നൽകിയ ചിത്രമാണ്. ഒറ്റനോട്ടത്തിൽ 2024 മലയാള സിനിമയ്ക്ക് മികച്ച വർഷമായിരുന്നുവെങ്കിലും സ്ത്രീ കേന്ദ്രീകൃത ചിത്രങ്ങൾ മുൻ വർഷത്തേക്കാൾ കുറവായിരുന്നു. അമിഷ പ്രദീപ്, എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ആസ്വാദക ഹൃദയം കവർന്നു എന്നൊക്കെ പറയുമ്പോഴും മലയാള സിനിമാ മേഖലയ്ക്ക് നേട്ടങ്ങളുടെ മാത്രം വർഷമായിരുന്നില്ല 2024. നഷ്ടങ്ങളുടെ കണക്കാണ് മുൻപിൽ നിൽക്കുന്നത്. 204 ചിത്രങ്ങളാണ് ഇക്കൊല്ലം പ്രദർശനത്തിനെത്തിയത്. അതിൽ 5 റീ റിലീസുകളും ഉൾപ്പെടും. എന്നാൽ അതിൽ ലാഭം നേടിയത് 26 ചിത്രങ്ങൾ മാത്രമാണ്. റീ റിലീസുകളിൽ ദേവദൂതൻ മാത്രമാണ് സാമ്പത്തിക വിജയം നേടാനായത് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. റീ റിലീസുകളിൽ ഇറങ്ങിയ കാലത്ത് വിജയിക്കാതെ പോയ ചിത്രവും ദേവദൂതൻ മാത്രമാണ്.
ലാഭം നേടിയവയിൽ 5 ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. എങ്കിലും ഇക്കൊല്ലം മുടക്കിയതിൻ്റെ 1/3 തുക മാത്രമേ തിരിച്ചു പിടിക്കാനായുള്ളൂ എന്നതും ഒരു വസ്തുതയാണ്. 1000 കോടി മുടക്കിയതിൽ 750 കോടി രൂപ നഷ്ടമാണ് മലയാള സിനിമാ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഒട്ടനേകം പുതുമുഖ സംവിധായകർ പിറവി കൊണ്ട വർഷം കൂടിയാണ് 2024. ഈ വർഷം പ്രശംസ നേടിയ ചിത്രങ്ങളുടെ പട്ടിക എടുത്താലും കാണാം കന്നിക്കാരുടെ ചിത്രങ്ങൾ. കാലം മാറി, കഥ മാറി. പുതിയ കഥകൾ തേടുകയാണ് പ്രേക്ഷകർ. കണ്ടുമറന്ന രംഗങ്ങളും സംഭാഷണങ്ങളുമെല്ലാം പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞ് കണക്കെ കൊടുക്കുന്ന രീതി ഇനി വില പോവില്ല. ആ മാറ്റം പ്രകടമാണ് ഈ വർഷം വിജയം നേടിയ ചിത്രങ്ങളിൽ. ആ ചിത്രങ്ങളുടെ സംവിധായകരാകട്ടെ നവാഗതരും. അരുൺ ചന്തുവിൻ്റെ ഗഗനചാരി വരാനിരിക്കുന്ന കാലഘട്ടത്തെ എടുത്തുകാട്ടിയും ദിൻജിത്ത് അയ്യത്താൻ്റെ കിഷ്കിന്ധാകാന്ഡം പ്രവചനാതീതമായ കഥാവതരണവും കൊണ്ട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി. ആനന്ദേകർഷിയുടെ ആട്ടത്തിന് ലഭിച്ച പ്രശംസകൾ ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. നവാഗതരെന്ന് വിളിക്കാൻ സാധിക്കില്ലെങ്കിലും തൻ്റെ രണ്ടാമത്തെ ചിത്രമായ മഞ്ഞുമ്മൽ ബോയ്സിലൂടെ 100 കോടി ക്ലബിലാണ് സംവിധായകൻ ചിദംബരം ഇടം നേടിയത്. ഒപ്പം പ്രേമലു സംവിധായകൻ ഗിരീഷ് ഏടിയും. ഏറെ പ്രതീക്ഷയോടെ പുറത്തിറങ്ങിയ അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ വിജയം പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു എന്നും പറയാം. 3 കാലഘട്ടങ്ങളെ വരച്ചുകാട്ടിയ സംവിധായകൻ ജിതിൻ ലാലിൽ നിന്ന് ഇനി പ്രേക്ഷകർ പ്രതീക്ഷിക്കുക ഇതിലും വലുതാണ്. ഒട്ടും ചർച്ചയാവാതെ പുറത്തിറങ്ങിയ കൃഷ്ണദാസ് മുരളിയുടെ ഭരതനാട്യം OTT റിലീസിന് ശേഷം പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതായി. രണ്ടാം ചിത്രമായ ആവേശത്തിലൂടെ ജിത്തു മാധവൻ തീർത്ത ആവേശം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. മലയാള സിനിമയെന്ന ഫലഭൂയിഷ്ടമായ മണ്ണിൽ പാകിയ ആദ്യ വിത്തിൽ വിജയം കൊയ്ത ഇവർ ഒരു പ്രചോദനമാണ്. വിത്തെറിഞ്ഞിട്ടും മുള പൊട്ടാത്തവർക്ക് വലിയ പ്രചോദനം. മുഖ സംവിധായകരെ ലഭിച്ച വർഷം കൂടിയാണ് 2024 എന്ന് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വിശേഷങ്ങളുമായി ഇക്കൊല്ലം പുറത്തിറങ്ങിയ ഭരതനാട്യം സിനിമയുടെ സംവിധായകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണദാസ് മുരളി, സ്വാഗതം. സന്തോഷം, നമസ്കാരം. നമുക്ക് അല്ലെങ്കിൽ കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് ഏറ്റവും ആദ്യം അറിയാനുള്ളത് താങ്കളുടെ ഒരു വിലയിരുത്തലാണ്. കാരണം താങ്കൾ ഒരു പുതുമുഖ സംവിധായകനാണ്. 2024 പ്രേക്ഷകർ തിരിച്ചറിഞ്ഞൊരു സംവിധായകനാണ്. എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ 2024 എന്ന വർഷം? അല്ലെങ്കിൽ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ 2024 മലയാള സിനിമ മേഖല എങ്ങനെയായിരുന്നു? തീർച്ചയായും 2024 മലയാള സിനിമയ്ക്ക് വലിയൊരു വർഷം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ വന്നിട്ടുള്ള വർഷമായിട്ട് പറയുന്നത് 2024 ബോക്സ് ഓഫീസ് സക്സസ് ആണെങ്കിൽ പോലും എന്റെ സിനിമ തിയേറ്ററിൽ ബോക്സ് ഓഫീസ് സക്സസ് ആയിരുന്നില്ല. പക്ഷെ ഏറ്റവും കൂടി നമ്മൾ പറയാനുള്ള 100 കോടി ക്ലബ്ബ്, 50 കോടി ക്ലബ്ബ് പോലത്തെ ക്ലബ്ബുകൾ ഒരുപാട് വന്നിട്ടുള്ള വർഷമായിരുന്നു 2024. പിന്നെ ഈ ഒരു മലയാള സിനിമയുടെ നല്ല ടൈമിൽ ആ ഒരു വർഷത്തിൽ തന്നെ എനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും. എന്തായാലും വലിയ പ്രതീക്ഷകൾ ഇനിയുമുണ്ട്. 2025 താങ്കളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിലും വലിയ പ്രതീക്ഷകളുണ്ട്. താങ്കളുടെ ഭാഗത്തു നിന്നും നിരവധി ചിത്രങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2025 താങ്കളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും എന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു. 2025 സിനിമ വരാനുള്ള മണിക്കൂറിലാണ് ഇപ്പോൾ ഉള്ളത്. വരണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും ഓരോ സിനിമകൾ വെച്ച് വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ കൃഷ്ണദാസ് മുരളി. ഏറെ നേരം ഞങ്ങളോട് ചെലവഴിച്ചതിൽ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകരോട് തങ്ങളുടെ അഭിപ്രായങ്ങൾ, തങ്ങളുടെ വിലയിരുത്തലുകളെല്ലാം പങ്കുവെച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. ചൂടുപിടിച്ച വിവാദങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു പോയ വർഷം മലയാള സിനിമാ മേഖല. ഹേമ കമ്മിറ്റി വിവാദത്തിന് മുൻപ് വാർത്തകളിൽ വിവാദമായത് ഒരു സിനിമാ പേരാണ്. മാർച്ചിൽ പുറത്തിറങ്ങിയ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിന്റെ പേരിലെ ഭാരത് എടുത്തുകളയാൻ സെൻസർ ബോർഡ് നിർദ്ദേശം നൽകിയ ശേഷമാണ് ചിത്രം വാർത്തകളിൽ ഇടം പിടിച്ചത്. സോഷ്യോ പൊളിറ്റിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. പ്രിയരെ, ഞങ്ങളുടെ സിനിമയ്ക്ക് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര് ഇനിയില്ല. സെൻസർ ബോർഡിന്റെ ആവശ്യപ്രകാരം ഭാരതം വെട്ടിമാറ്റുന്നു. ഇനി മുതൽ ചിത്രത്തിന്റെ പേര് ഒരു സർക്കാർ ഉൽപ്പന്നമാണെന്നാണ് ചിത്രത്തിലെ പ്രധാന നടനായ സുബീർ സുധി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത്. ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ TV രഞ്ജിത്താണ് സംവിധാനം ചെയ്തത്. ആ ചിത്രത്തിന് പ്രേക്ഷകരിൽ മികച്ചൊരനുഭവം സമ്മാനിക്കാനും കഴിഞ്ഞിരുന്നു. പുരസ്കാര നിറവ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ പുരസ്കാരാർഹമായ നിരവധി ചിത്രങ്ങളുണ്ടായിരുന്നു. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മികച്ച നടൻ, സംവിധായകൻ ഉൾപ്പെടെ 9 പുരസ്കാരങ്ങളാണ് ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രം, ബ്ലസ്സി ചിത്രം വാരിക്കൂട്ടിയത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ് പങ്കിട്ടത്. 1 മാസം നീണ്ടുനിന്ന വിശകലനങ്ങൾക്ക് ശേഷമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സമർപ്പിച്ച 160 ചിത്രങ്ങൾ പുരസ്കാര നിർണയത്തിനായി എത്തിയെങ്കിലും അതിൽ 38 എണ്ണം മാത്രമാണ് അവസാന റൗണ്ടിലെത്തിയത്.
സൂക്ഷ്മമായ വിശകലനത്തിലൂടെയാണ് സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറി പുരസ്കാരങ്ങൾ നൽകിയത്. മികച്ച നടനായി പൃഥ്വിരാജിനെയും സംവിധായകനായി ബ്ലസ്സിയെയും തെരഞ്ഞെടുത്തു. അതോടൊപ്പം തിരക്കഥ, ഛായാഗ്രാഹകൻ, ശബ്ദമിശ്രണം എന്നിവ ഉൾപ്പെടെ ആകെ 9 പുരസ്കാരങ്ങളാണ് ആടുജീവിതം വാരിക്കൂട്ടിയത്. ജനപ്രീതിയും കലാമേന്മയുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ആടുജീവിതം. നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ്, സംവിധായകൻ ബ്ലസ്സി. മികച്ച സിനിമ ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ കാതൽ ദ കോറാണ്. മികച്ച രണ്ടാമത്തെ ചിത്രം രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ടയാണ്. ഗഗനചാരി എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി അവാർഡും ലഭിച്ചു. ഉള്ളൊഴുക്കിലെ അഭിനയ മികവിന് ഉർവശിയും തടവിലെ പ്രകടനത്തിന് ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. അതോടൊപ്പം മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ റസാഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. തടവ് എന്ന ചിത്രമാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്തത്. മികച്ച നടി 2 ആളുകളാണ്. ഒന്ന് ഉർവശി, 2 ബീന ആർ ചന്ദ്രൻ. ചിത്രങ്ങൾ 1 ഉള്ളൊഴുക്ക്, 2 തടവ്. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകനുള്ള അംഗീകാരം ജസ്റ്റിൻ വർഗീസ് നേടിയപ്പോൾ പശ്ചാത്തല സംഗീതത്തിന് പുരസ്കാരം നേടിയത് മാത്യൂസ് പുളിക്കലാണ്. പിന്നണി ഗായകനായി വിദ്യാധരൻ മാസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആൻ ആമിയാണ് മികച്ച പിന്നണി ഗായികയായത്. അതേസമയം ഹരീഷ് മോഹൻ ചാവേറിലെ ഗാനത്തിലൂടെ മികച്ച ഗാനരചയിതാവായി. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക അവാർഡ് ശാലിനി ഉഷാദേവി എന്നെന്നും എന്ന ചിത്രത്തിലൂടെ സ്വന്തമാക്കി. മികച്ച ബാലതാരങ്ങളായി അവ്യുക്ത് മേനോനും തെന്നൽ അഭിലാഷും തിളങ്ങി. ഏറെ പുതുമകളുള്ള ഇത്തവണത്തെ പുരസ്കാര നിർണയത്തിൽ ചരിത്രത്തിലാദ്യമായാണ് 160 ചിത്രങ്ങൾ മത്സരിക്കാനെത്തിയത്. അതിൽ 84 നവാഗത സംവിധായകർ ഒരുക്കിയ ചിത്രങ്ങൾ എന്നതും മറ്റൊരു സവിശേഷതയാണ്. സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെയാണ് ദേശീയ സിനിമാ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചത്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും അധികം തിളങ്ങിയത് മലയാള സിനിമാ മേഖലയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രമായി മലയാള ചിത്രമായ ആട്ടമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച തിരക്കഥ, ചിത്ര സംയോജനം എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും ആട്ടത്തിന് ലഭിച്ചു. അതേസമയം മികച്ച നടനായി കാന്താര ചിത്രത്തിലെ നായകനായ ഋഷഭ് ഷെട്ടിയെയും നടിയായി നിത്യ മേനോനെയും മാനസി പരേഖിനെയും തെരഞ്ഞെടുത്തു. ആനന്ദ് ഏകർഷി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആട്ടമാണ് 2022 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയത്. മികച്ച തിരക്കഥയ്ക്കും എഡിറ്റിംഗും അടക്കം 3 പുരസ്കാരങ്ങളാണ് ആട്ടം സ്വന്തമാക്കിയത്. മഹേഷ് ഭുവനേന്ദ് എഡിറ്റിംഗിനുള്ള പുരസ്കാരവും ആട്ടത്തിലൂടെ നേടി. കാന്താര എന്ന കന്നഡ ചിത്രത്തിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിലൂടെ നിത്യ മേനോനും കച്ച് എക്സ്പ്രസ് എന്ന ഗുജറാത്തി ചിത്രത്തിലൂടെ മാനസി പരേഖും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. മാളികപ്പുറത്തിലെ അഭിനയത്തിന് മലയാളിയായ ശ്രീപദ് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. സൂരജ് ബാർദാത്തിയാണ് ഉഞ്ചായി എന്ന ഹിന്ദി ചിത്രത്തിലൂടെ മികച്ച സംവിധായകനായത്. മികച്ച മലയാള ചിത്രമായി തരുൺ മൂർത്തിയുടെ സൗദി വെള്ളക്കയെ തെരഞ്ഞെടുത്തു. ചിത്രത്തിലെ ഗാനം ആലപിച്ച ബോംബെ ജയശ്രീക്കാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം. അർജിത് സിംഗ് ആണ് മികച്ച ഗായകൻ. മലയാള ചിത്രമായ കാഥികനിലെ സംഗീത സംവിധാനത്തിന് സഞ്ജയ് സലീൽ ചൌധരിക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. മികച്ച തെലുങ്കു ചിത്രമായി കാർത്തികേയ 2, തമിഴ് ചിത്രമായി പൊന്നിയൻ സെൽവൻ, കന്നഡ ചിത്രമായി KGF 2ഉം ഹിന്ദി ചിത്രമായി ഗുൽമോഹറും തെരഞ്ഞെടുക്കപ്പെട്ടു. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഫ്രം ദ ഷാഡോ എന്ന ചിത്രം സംവിധാനം ചെയ്ത മറിയം ചാണ്ടി മെനാച്ചേരി മികച്ച സംവിധായകയായി. മലയാള ചിത്രങ്ങളും അതേപോലെ തന്നെ ഇന്ത്യൻ ചിത്രങ്ങളും ചർച്ച ചെയ്യപ്പെടുമ്പോഴും നിരവധി ചർച്ച ചെയ്യപ്പെടാത്ത ലോക ചലച്ചിത്രങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് രാജ്യാന്തര ചലച്ചിത്ര മേളകളിലാണ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പെൺനോട്ടങ്ങൾക്കും മികച്ച നിലവാരം പുലർത്തുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുത്തതുമാണ് ഇത്തവണത്തെ IFFKയുടെ പ്രത്യേകത. ഒട്ടനവധി വൈവിധ്യങ്ങളും പുരസ്കാരങ്ങളും വൈകാരിക നിമിഷങ്ങളും 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള സാക്ഷിയായി. കാലവും രാഷ്ട്രീയ പ്രകൃതിയും സമകാലിക സംഭവങ്ങളും മനുഷ്യജീവിതത്തിന്മേൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നുവെന്ന് അന്വേഷിക്കുന്ന സിനിമകളായിരുന്നു 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത്. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വാട്ടർസാൽ സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രമായിരുന്നു ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. IFFKയിൽ മലയാള സിനിമയുടെ ആദ്യ നായികയായ PK റോസിയുടെ സ്വപ്നായനം എന്ന 1 മിനിറ്റ് ദൈർഘ്യമുള്ള സിഗ്നേച്ചർ ഫിലിം പ്രദർശിപ്പിച്ചു.
ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായും സ്ത്രീ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കേരള രാജ്യാന്തര ചലച്ചിത്രമേള. 15 തിയേറ്ററുകളിലായി 187 ചിത്രങ്ങളാണ് 8 ദിവസം നീണ്ടുനിന്ന IFFKയിൽ പ്രദർശിപ്പിച്ചത്. അന്താരാഷ്ട്ര മത്സര വിഭാഗം, ലോക സിനിമ, ലാറ്റിൻ അമേരിക്ക, ഫെസ്റ്റിവൽ ഫേവറിറ്റീസ്, ജൂറി ഫിലിം, ഇന്ത്യൻ സിനിമാ നൗ, മലയാളം സിനിമ ടുഡേ തുടങ്ങി 16 വിഭാഗങ്ങളിലായിട്ട് ദിവസവും 67 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. IFFKയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 4 വനിതാ സംവിധായകർ ഒരേ സമയം ഒരു വേദിയിൽ ഒത്തുകൂടുന്നത്. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം, ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിറ്റി, ഫാത്തിമ തുടങ്ങിയ ചിത്രങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും മികച്ച ചിത്രമെന്ന പ്രേക്ഷക പ്രതികരണവും നേടിയിരുന്നു. മലയാള സിനിമയുടെ 80കളുടെ തുടക്കം മുതൽ തിരശീലയിൽ തിളങ്ങിയ മുതിർന്ന നടിമാരെ ആദരിക്കുന്ന മറക്കിലൊരിക്കലും ചടങ്ങ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വൈകാരിക നിമിഷങ്ങളായിരുന്നു. ദ ലോങ്സ്റ്റ് സമ്മർ, അമരം, മാലു, ലിൻഡ, അണ്ടർഗ്രൗണ്ട് ഓറഞ്ച്, കാമദേവൻ, നക്ഷത്രം കണ്ടു, ലവബിൾ, അങ്കമാൾ തുടങ്ങി വ്യത്യസ്ത തലത്തിലുള്ള വ്യത്യസ്തതരം ചിത്രങ്ങൾ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു. ആൻഹുയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും സംവിധായിക പായൽ കബാഡിയയ്ക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡും ചലച്ചിത്രമേളയിൽ സമ്മാനിച്ചു. സുവർണ ചകോരം, രജത ചകോരം, നെറ്റ്പാക്ക് പുരസ്കാരങ്ങൾ, ജൂറി അംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ, മികച്ച സംവിധായക, മികച്ച ചിത്രം, മികച്ച മാധ്യമം, മികച്ച റിപ്പോർട്ടർ, മികച്ച ക്യാമറമാൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് IFFKയുടെ അവസാന ദിവസം വിതരണം ചെയ്തത്. പോയ വർഷത്തെ നഷ്ടങ്ങളുടെ കണക്കെടുത്താൽ നിരവധി ചലച്ചിത്ര പ്രതിഭകൾ വിടവാങ്ങിയ വർഷം കൂടിയാണ് 2024. ആ കണക്ക് ഇനിയും തീരുന്നില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞറിയിക്കാനാവാത്ത നഷ്ടങ്ങളാണ്. പ്രശസ്ത നടി, അല്ലെങ്കിൽ മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ, അതേപോലെ തന്നെ മലയാള സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന TP മാധവൻ, നിരവധി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിലാണെങ്കിലും മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെച്ച കനകലത, നന്ദനം, അതേപോലെ തന്നെ മീശമാധവൻ എന്ന ചിത്രങ്ങളിൽ കൂടി ഏറെ പ്രേക്ഷകരിൽ ഇടം നേടിയ മീന ഗണേഷ്, മാത്രമല്ല ആമേൻ ചിത്രത്തിലൂടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട നിർമ്മൽ ബെന്നി, അങ്ങനെ നിരവധി പ്രതിഭകൾ ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം. എന്നാൽ ഇപ്പോൾ അവരൊന്നും നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് ഏറെ സങ്കടം തീർക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. കേരള വിഷൻ ന്യൂസിൻ്റെ ആദരാഞ്ജലികൾ ഈ പ്രതിഭകൾക്ക് നേരുന്നു. വിടവാങ്ങിയ പ്രതിഭകളിൽ മലയാള സിനിമയിൽ മഹാവിസ്മയം തീർത്ത ഒരു അതികായനും കൂടിയുണ്ട്. മലയാളത്തിൻ്റെ സ്വന്തം MT വാസുദേവൻ നായർ. തിരക്കഥാകൃത്തായും സംവിധായകനായും തിളങ്ങിയ MT 70ഓളം ചിത്രങ്ങളാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. ഓർക്കാം ആ പ്രതിഭയെ ഒരിക്കൽ കൂടി. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ പ്രകൃതി മാറി, മനുഷ്യർ മാറി. ആരെയോ ബോധിപ്പിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എൻ്റെ ഗ്രാമം. സാഹിത്യവും കടന്ന് അഭ്രപാളിയിലെത്തിയപ്പോൾ വൈകാരിക അനുഭൂതികൾ കൊണ്ട് ആർദ്രമായ പ്രണയവും നൊമ്പരങ്ങളും കഥാപാത്രങ്ങളിൽ ചാലിക്കാൻ MTക്ക് കഴിഞ്ഞു. വള്ളുവനാടിനെയും നിളയെയും പ്രണയിച്ച എഴുത്തുകാരന്റെ സിനിമാ സൃഷ്ടികൾ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. 1965 മുറപ്പെണ്ണെന്ന സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിക്കൊണ്ട് മലയാള സിനിമയിൽ രംഗപ്രവേശം. ഇരുട്ടിന്റെ ആത്മാവ്, അസുരവിത്ത്, ഓളവും തീരവും, കുട്ടിയെടുത്തി തുടങ്ങിയ നിരവധി ചിത്രങ്ങളുടെ തിരക്കഥകളിലും MTയെ അടയാളപ്പെടുത്തി. സംവിധായക വേഷത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 1973 നിർമാല്യത്തിൽ. ആന്തരിക ജീവിത സംഘർഷങ്ങൾ തുറന്നു കാട്ടിയ ചിത്രത്തിന് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടാനായി. ആദ്യ സംവിധാനത്തിന് MTക്ക് ലഭിച്ചത് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം. വെറും വഴിപാട് മാത്രം, വേറൊന്നുമില്ല. എന്നിട്ടും ചോര വീഴ്ത്തണം. വേണ്ടാന്ന് വിചാരിച്ചാലും അവിടെ എത്തുമ്പോ ഒക്കെ നടക്കും. ഭഗവതി എന്ന് വിചാരിച്ച് നടന്നോ, അമ്മ ഒരു വഴി കണ്ടിട്ടുണ്ടാവും. വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി എന്നീ സിനിമകളും
തന്റെ കൃതികളെ അടിസ്ഥാനമാക്കി MD ഒരുക്കി. ബുദ്ധിമുട്ടാതെ പോയി വല്യച്ഛൻ, എന്റെ ആഗ്രഹം പോലെ തന്നെ. അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യം നോക്കാൻ. എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹം ഭർത്താവ് ഇരിക്കുമ്പോ തന്നെ മരിച്ചു പോണേന്നാണ്. മംഗലത്തോടെ മരിക്കുക. സംവിധായകരായ ഹരിഹരനും IV ശശിയുമായി ചേർന്നപ്പോൾ പിറന്നത് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകൾ. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, അഭയം തേടി എന്നിവയാണ് IV ശശി ചിത്രങ്ങൾ. എങ്ങനെയുണ്ട് കാരണം? സമ്മതിച്ചു മാഷെ. മാഷോട് തോക്കുന്നത് എനിക്കൊരു സന്തോഷം. ഞാൻ പണക്കാരനാവുന്ന കാലത്ത് കാറല്ല വാങ്ങാം, ഒരു സ്പീഡ് ബോട്ട്, എന്നിട്ട് കടലിൽ പറപ്പിക്കണം. കരയിൽ നിൽക്കുന്നവരൊക്കെ ആന്തം വിട്ടു പോകണം. കിടക്കാൻ സ്ഥലവും അടുത്ത ആഹാരത്തിന് കാശില്ലാത്തന്നെ ഈ പറയുന്നത് സ്വപ്നത്തില് രാജാവ് തന്നെയാവും അല്ലേ? പഞ്ചാഗ്നിയിൽ തുടങ്ങിയ ഹരിഹരൻ കൂട്ടുകെട്ട് പ്രണയത്തിന്റെ തീവ്രഭാവങ്ങൾ നിറച്ച നഗക്ഷതങ്ങളും വടക്കൻ പാട്ടിനെ തിരുത്തി വീരഗാഥ രചിച്ച വടക്കൻ വീരഗാഥയും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ പഴശ്ശിരാജയും കടന്ന് മുന്നേറി. ഭരതന് വേണ്ടി MD തിരക്കഥയൊരുക്കിയ വൈശാലിയും താഴ്വാരവും ക്ലാസിക്കുകളായി ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. പെരുന്തച്ചൻ തിലകൻ എന്ന അഭിനയ പ്രതിഭയ്ക്ക് നൽകിയത് എക്കാലത്തെ മികച്ച കഥാപാത്രം. MDയുടെ തിരക്കഥയിൽ പിറന്ന സിബി മലയിൽ ചിത്രം സതയം ഇന്നും പ്രേക്ഷകരുടെ കണ്ണുകളെ ഈർന്നണിയിക്കും. വിഷമോ? എന്തിനെ? ഞാൻ എവിടെ ആയാലും എന്താ സത്യേട്ടാ അങ്ങനെ പറയണേ? ഏയ് ഒന്നുമില്ല. ചോരയും നീരും പറ്റുമ്പോ ഒരുത്തിനും തിരിഞ്ഞു നോക്കില്ല. MDയുടെ 9 ചെറുകഥകൾ ആസ്പദമായി പുറത്തിറങ്ങിയ ആന്തോളജി സിനിമ മനോരഥങ്ങൾ ഒടുവിലായി മലയാളത്തിൽ ആഴ്ന്നിറങ്ങി. അക്ഷരങ്ങളിലൂടെ ജീവിക്കാൻ പ്രേരിപ്പിച്ച കഥയുടെ പെരുന്തച്ചൻ ഓർമ്മയാകുമ്പോൾ സിനിമകളും കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ കെടാവിളക്കായി ജ്വലിച്ചു നിൽക്കും. 2025 പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകുന്ന അനവധി ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനിരിക്കുന്നത്. അതിൽ മുൻനിര താരങ്ങളുടെ ചിത്രങ്ങളും ഉൾപ്പെടും. മാത്രമല്ല നിരവധി ചെറുകിട താരങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ വിളിക്കാൻ സാധിക്കില്ലെങ്കിലും അഭിനയ പ്രതിഭ അല്ലെങ്കിൽ പുറത്തെത്തിച്ച നിരവധി താരങ്ങളുടെ ചിത്രങ്ങളും കൂടിയുണ്ട്. അതിൽ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കാനിരിക്കുന്ന ഹൃദയപൂർവ്വവും, മമ്മൂട്ടി ഗൗതം വാസുദേവൻ മേനോൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഡൊമിനിക് ലേഡീസ് പേഴ്സ് എന്ന ചിത്രവും, മമ്മൂട്ടി ചിത്രമായ ബസൂക്കയും, മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന തുടരും എന്ന ചിത്രവും, ടൊവിനോ ചിത്രമായ ഐഡന്റിറ്റിയും എല്ലാം ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ്. തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെയാണ് വരാനിരിക്കുന്ന വർഷത്തിലും മലയാള സിനിമാ മേഖലയ്ക്കുള്ളത്. അന്യഭാഷകളിലേക്ക് കടന്നാലും ചെറുതല്ല. രജനീകാന്തിൻ്റേതാണെങ്കിലും അല്ലെങ്കിൽ ഋഷഭ് ഷെട്ടിയുടേതാണെങ്കിലും നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ബിഗ് ബഡ്ജറ്റ് എന്ന് തന്നെ വിളിക്കാൻ സാധിക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങാൻ തന്നെ ഇരിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷകൾ പ്രേക്ഷകർക്ക് ഇനിയും ഉള്ളിൽ വെക്കാം. മലയാള സിനിമാ മേഖല അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തീർച്ചയായും വലിയ രീതിയിലുള്ള വിജയങ്ങൾ കൂടി വരും വർഷത്തിലും നമുക്ക് കാണാൻ സാധിക്കും. സിനിമ എന്നാൽ പ്രതിഫലനമാണ്, ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിഫലനം. ഇനിയുള്ള കാലവും അതങ്ങനെ തന്നെ തുടരും. കേരള വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ നേരുന്നു.